ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശ്രീജ സൂപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വിക്രത്തിന് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താ ശ്രീജ അത് എന്നിങ്ങനെ വേഗം ചോദിക്കണേ വിശ്വം. അത് സൂപ്പാ വിശ്വം കേട്ടാ. സൂപ്പോ എന്ന് ചോദിച്ച ആകാംക്ഷയിലേക്ക് അങ്ങോട്ടേക്ക് വരികയാണ്. അതെ, ഒടുവും ചതവും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നാണെങ്കിലും സൂപ്പാണല്ലോ, കൊള്ളാം. അപ്പം നന്നായിട്ടുണ്ടല്ലോ ഏട്ടത്തി എന്ന് വിക്രം കുടിച്ചു നോക്കിയിട്ട് പറയാ. വേദയാ പറഞ്ഞു തന്നത്, ഞാൻ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ആര് കൂട്ട് പറഞ്ഞു തന്നാലും കൈപുണ്യം അത് ഏട്ടത്തിയുടെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല കേട്ടോ. കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശ്രീജയുടെ കൈപുണ്യം അല്ലെങ്കിലും നല്ലതാടാ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം കയ്യിലിരുന്ന് ചായ കുറച്ച് കമത്തി കളഞ്ഞിട്ട്, നീ ഇത് ഇത്തിരി ഇങ്ങോട്ടൊക്കെ ഒഴിച്ചേടാ, അടുക്കളയിലുണ്ട് വിശേട്ടാ, ഞാൻ എടുത്തു തരാം, അല്ലെങ്കിലും ഇത് മുഴുവൻ വേണ്ട ദാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ വിശ്വത്തിന്റെ പാത്രത്തിലേക്ക് കുറച്ച് വിക്രം ഒഴിച്ചു കൊടുക്കുകയാണ്. ആള് വേഗം ആക്രാന്തം പിടിച്ച് അണ്ണാക്കിലേക്ക് അങ്ങ് ഒഴിച്ചു. അത് മൊത്തം പൊള്ളിന്ന് പറഞ്ഞാൽ മതിയല്ലോ. നല്ല ചൂടുണ്ടല്ലോ വിശ്വേട്ടാ എന്ന് വേദ ചോദിച്ചപ്പോ, ഉണ്ട്, ചൂടുണ്ട്, ഉറപ്പായിട്ട് ചൂടുണ്ട്, പൊള്ളിന്നാ തോന്നുന്നത്. കൈപുണ്യം എന്താണെങ്കിലും എനിക്ക് നന്നായി ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരുടെ ചിരിക്കാട്ടോ ഈ പ്രകടനം കണ്ടിട്ട്. അപ്പൊ നാ ഇച്ചിരൂടെ വേണോ എന്ന് ചോദിച്ചു. അയ്യോ വേണ്ടായേ. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് ചിരി വന്നിട്ട് പാടില്ല. ഈ സമയത്താണ് നമ്മുടെ ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ ശ്രീനിവാസൻ സാർ, ഇയാളെന്താ ഇവിടെ എന്നിങ്ങനെ ഇവരിങ്ങനെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ശ്രീനിവാസൻ കയറി വന്നു. ഇത് കണ്ടപ്പോഴത്തേനും വിക്രം വേഗം തന്നെ, അയ്യോ ശ്രീനിസ് സാർ എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രം, അല്ല സാർ എന്തിനാ ഇങ്ങോട്ട്? നിനക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞാ എനിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ? പറ. ഇപ്പൊ വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. എന്താ ഉണ്ടായത്? എന്റെ പൊന്ന് സാറേ, ഇവനും വേദയും കൂടെ ബൈക്കിൽ വരുമ്പോ പെറ്റി കേസ് അവന്റെ പേരിൽ ചാർജ് ചെയ്തു. എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറി. അതാ സംഭവിച്ചത്. വാ അകത്തേക്ക് ഇരുന്ന് സംസാരിക്കാം എന്ന ഉടനെ തന്നെ വിക്രം ഇങ്ങനെ ക്ഷണിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തെ. അപ്പൊ വേഗം തന്നെ വേദ ചോദിക്കാണ്, അത് ശരിയാണോ വിക്രം? വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ അകത്തേക്കല്ലേ കയറ്റിയിരുത്തേണ്ടത്, ആ ചായപ്പിലേക്കാണോ എന്ന് ചോദിച്ചു. ശ്രീനി സാർ വരൂ, അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞു വേദ. എന്നാ അങ്ങനെയാകാം, വേഗം ശ്രീനി സാറ് ആ തിണ്ണയിലിരിക്കാം, അതാ സുഖം എന്ന് പറഞ്ഞോണ്ട് ആ തിണ്ണയിലേക്ക് കയറി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അടുത്ത് വിക്രവും ഇരുന്നു. കൂടെ രണ്ടാണികളും ഉണ്ട്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം? വേണ്ട വേദേ, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ ശ്രീജ പോയി. അപ്പൊ ശ്രീജയുടെ കൂടെ നമ്മുടെ വേദയും കൂടി അകത്തേക്ക് ചെല്ലാണ് കേട്ടോ. എന്താടാ ശരിക്കും സംഭവിച്ചത്, പറ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് വിക്രം. അപ്പൊ ശ്രീജ അടുക്കളയിലേക്ക് ചെന്നു. നാരങ്ങ വെള്ളമൊക്കെ ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വേദ ഗ്ലാസ് ഒക്കെ എടുത്തു. ഇനി ഇൻസ്പെക്ടറോട് പ്രതികാരം തീർക്കാനുള്ള പുറപ്പാട് വല്ലതും ആയിരിക്കുമോ ശ്രീജയടുത്തി? ശ്രീകാര്യം ശ്രീനിവാസനായതുകൊണ്ട് എന്തെങ്കിലും മിക്കവാറും ചെയ്യും. അപ്പൊ രണ്ട് ചിങ്കിടികൾ അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മുടെ എന്താ പറയാ, നന്ദിനിയും കെട്ടിയോനും. എന്താണെങ്കിലും അത് വിക്രത്തിന് പുലിവാലാകാതിരുന്നാ മതിയായിരുന്നു. വിനായകൻ ചോദിക്കുക, എന്താ പുതിയ പ്രശ്നം ഉണ്ടാവാതിരുന്നാ മതിയെന്ന് പറയായിരുന്നു. വിക്രത്തിന്റെ രാഷ്ട്രീയ ഗുരു വന്നിട്ടുണ്ട്. ആര്? ശ്രീകാര്യം ശ്രീനിവാസനോ? അതെ, വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ള അറിഞ്ഞിട്ടുള്ള വരവാ. വിക്രം ഇതിനു മുൻപ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടല്ലോ. അന്നൊന്നും ശ്രീനിവാസനെ കണ്ടിട്ടേ ഇല്ലല്ലോ. അന്നൊക്കെ അയാൾക്ക് വേണ്ടി തല്ലുണ്ടാക്കുകയും അയാൾ തന്നെയും ജാമ്യത്തിലിറക്കിയുമായിരുന്നല്ലോ പതിവ്. ഇതിപ്പോ അയാളുടെ സഹായം ഇല്ലാതെ വേറെ ചിലരൊക്കെയാണല്ലോ ജാമ്യത്തിലിറക്കിയത്. അതുകൊണ്ടായിരിക്കും, നേരിട്ട് വന്ന് കണ്ടതായിരിക്കും. എന്റെ പേര് പറഞ്ഞ് വിക്രം അറസ്റ്റിലായപ്പോഴൊക്കെ ഞാൻ തന്നെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് സ്റ്റേഷനിൽ നിന്നാണെങ്കിലും കോടതിയിൽ നിന്നാണെങ്കിലും ആരുടെയും ഒരു സഹായവും ഞാൻ തേടി ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു വേദ. ഇതിപ്പോ പോലീസിന് വിക്രത്തിനോടുള്ള പകയാ, അത് വെറുതെ ഉണ്ടായതൊന്നുമല്ലല്ലോ, കയ്യിലിരിപ്പുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛന് വേറെയും രണ്ടാൺമക്കളുണ്ട്. അവരോട് ആരോടും ഈ പകയൊന്നുമില്ലല്ലോ. അവരാരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കുന്നതുമില്ല. ഡേ നിർത്ത എന്ന് പറഞ്ഞു. പുറത്തൊരാൾ വന്നിരിക്കുമ്പോഴല്ല നമ്മൾ തർക്കിക്കാൻ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ വേഗം നാരങ്ങ വെള്ളമൊക്കെ എടുത്തോണ്ട് ശ്രീജിയും അതുപോലെ തന്നെ വേദയും അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവാം. സാരമില്ലെന്നേ, എന്തൊക്കെ പറഞ്ഞാലും പോലീസുകാരല്ലേ സർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ വിക്രത്തിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരിക്കാട്ടോ. എടാ, ആ CI നിന്ന നിപ്പിൽ കാല് മാറിയില്ലേ? ഒരേ വർഗമല്ലേ, പിന്നെ എങ്ങനെയാ
അവര് പരസ്പരം സഹായിക്കാനല്ലേ നോക്കൂ. വേദ ആവശ്യം ലൈവ് പോയത് നന്നായി, കുറെ പേര് കാര്യങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് എന്ത് കാര്യം? അതിനേക്കാൾ ചൂടുള്ള വിഷയം അടുത്ത സെക്കൻഡിൽ വീണ് കിട്ടും. അതോടെ അതും അവസാനിക്കും. അത്രക്കേ ഉള്ളൂ. അയാൾക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്നെ അകത്ത് കിട്ടിയാലല്ലേ കഴിയൂ. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അയാൾ ചെയ്യുന്നു. അത്രേ ഉള്ളൂ സർ എന്ന് പറഞ്ഞു. അപ്പൊ കൊണ്ടുവന്നു നാരങ്ങ വെള്ളം. വാ പൊള്ളി, നാരങ്ങ വെള്ളം നല്ലതാ എന്ന് പറഞ്ഞ് ആദ്യം വിശ്വം തന്നെ അതെടുത്തു. എന്നിട്ട് ശ്രീനി സാറിനും കൂടെ ഉണ്ടായിരുന്ന ശിങ്കിടികൾക്ക് രണ്ടുപേർക്കും ശ്രീജ ഇങ്ങനെ കൊണ്ട് കൊടുക്കാട്ടോ. അപ്പൊ അദ്ദേഹം കുടിക്കാണ്. അവർ കൊടുത്തിട്ട് ഒരാൾ പുറത്തിട്ടടിക്കുമ്പോ മറ്റാള് അകത്തിട്ടടിക്കുന്നു. ഇതിപ്പോ ഇന്ന് പിന്നെ ഒരാള് അകത്തും നിന്നുകൊള്ളുമല്ലോ. ഇത് എപ്പ തീരാനാ വിക്രം എന്ന് ചോദിക്കുക വിശ്വൻ. രണ്ടിലൊരാള് തീരുമ്പോഴായിരിക്കും അല്ലേ ശ്രീനി സർ എന്ന് ചോദിച്ചു വേദ. വേദ കാര്യങ്ങൾ ഏറ്റുപിടിക്കാണ് കേട്ടോ. അപ്പൊ ഒരാള് രാഷ്ട്രീയക്കാർക്ക് പിന്നെ അണികൾക്ക് പിന്നെ എന്ത് സംഭവിച്ചാലും അത് പിന്നെ അവർക്കതൊരു മുതൽക്കൂട്ടാണല്ലോ. തല്ല് കൊള്ളുന്നതും തല്ലുന്നതും ചാവുന്നതും എന്തിന്? രാഷ്ട്രീയ പ്രവർത്തനമല്ലേ സർ? അല്ലേ സർ എന്ന് ചോദിച്ചു. ഡേ, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചു വിക്രം. അപ്പൊ ചൂടാകുകയാണ്. ആ കുട്ടി പറയട്ടെ വിക്രം, ൊക്കെ സംസാരിക്കുന്നത് ഒരു ഭാര്യയുടെ അവകാശമല്ലേ? അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. മനസ്സിൽ വേദന തട്ടുമ്പോഴല്ലേ വാക്കിന് മൂർച്ച കൂടുക. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ശ്രീകാര്യം ശ്രീനിവാസൻ, പക്ഷേ മോളെ ഒരു കാര്യമുണ്ട്. അവിടെ വെച്ച് നേരിട്ട് CA വിളിച്ച് പരാതി പറഞ്ഞ് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. കാര്യം രാഷ്ട്രീയക്കാർക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരം കേസുകളിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ സാധാരണക്കാർ ഇടപെടുന്നതിനേക്കാൾ ഗുണമുണ്ടാവും. അതിലൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. വിക്രം, ദേ ആ SI സാബു ആയിട്ടുള്ള എലിയും പൂച്ചയും കളിയും ഇന്നത്തോടെ നമുക്ക് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ എന്താ സാർ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല. പാർട്ടിയുടെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് നീ വരുമ്പോ ഇങ്ങനൊരു ശല്യം ഇവിടെ ഉണ്ടാവുന്ന അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പൊ വിനായകൻ ചോദിക്കുകയാണ്, എന്താ സാർ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. പ്ലീസ്, ഇനി ആവശ്യമില്ലാത്തത് ചെയ്യാൻ തീരുമാനിച്ച് ഇനി ഒരെണ്ണം കൂടി വിക്രത്തിന്റെ തലയിലാക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. ഡി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കാണ് വിക്രം. അപ്പൊ പേടിക്കൊന്നും വേണ്ട, വിക്രത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അയാളെ ഈ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളെ ഇവിടെ ഡ്യൂട്ടിയിൽ വെച്ചാ പോരെ? ഓ, അതാണോ ഉദ്ദേശിച്ചത്? സ്ഥലം മാറ്റിക്കാനുള്ള പരിപാടിയാണോ? പാളയത്തിൽ തന്നെ പടയുള്ള കാലത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നതല്ലേ വിനായക നല്ലത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സാർ ഈ വിഷയത്തിൽ ഇനി ഇടപെടാൻ നിൽക്കണ്ട. എന്തായാലും ഞാൻ അയാളെ ഒന്നുകൂടി കാണും. അതോടെ ആ ചോരത്തള പൊതുങ്ങാണെങ്കിൽ അതല്ലേ നല്ലത്. ദേ, ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം എന്ന് വേഗം തന്നെ ശ്രീനിവാസൻ ഇങ്ങനെ പറയാട്ടോ. നീയായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും നിൽക്കണ്ട എന്ന് പറഞ്ഞു. നീ റെസ്റ്റ് തൽക്കാലം എടുക്കുക, എന്നിട്ട് ഭേദായ അങ്ങോട്ടേക്ക് ഇറങ്ങുക. പിന്നെ ഇനി എന്ത് വേണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് ആലോചിക്കാം. എന്നാ ശരി വേദ എന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയ സമയത്ത് ഒന്ന് നിന്നേ എന്നൊരു വിളി. ദേണ്ട പറമ്പിൽ നിന്ന് നമ്മുടെ കമലയും അതുപോലെ തന്നെ മാഷൂടി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് മാഷിന്റെ വിളി. മാഷ് ഭയങ്കര കലിപ്പിലാട്ടോ വന്നിരിക്കുന്നത്. ഇത് കണ്ടപ്പോ തന്നെ ആകെ ഇതായി പോയി വിക്രത്തിന്. ഇനി എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ വേഗം തന്നെ, എന്തു തോന്നിവാസം ചെയ്താലും നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള ഈ ഉറപ്പുണ്ടല്ലോ, അതാണ് ആദ്യം കൊടുക്കാതിരിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ചെയ്യുക? പിന്നെ തെരുവ് നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കുമ്പോ കൂട്ടത്തിലെ ചില പട്ടികൾ പോലും കടിച്ചു കീറുന്നത് കണ്ടിട്ടില്ലേ? കാരണം എന്താണെന്നറിയോ? തലമുതിർന്ന നായ്ക്കൾ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരമാത്. അമ്മേ, ഒന്ന് മതി, നിർത്താൻ പറ. എന്റെ വീട്ടിൽ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുടനെ മാഷ്. അപ്പൊ വേഗം തന്നെ ഇവർ രണ്ടുപേരുടെ മാഷ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ശ്രീനിവാസൻ. അതിനുള്ള അർഹത മാഷിനുണ്ട്, തീർച്ചയായിട്ടും. എനിക്കറിയാം, ഞാൻ എത്ര നന്നാവാൻ ശ്രമിച്ചാലും എത്ര മാറിയാലും ഭൂതകാലം അത് തലയ്ക്ക് മേലെ വാളായി തൂങ്ങിക്കിടപ്പുണ്ടാവോ. മാഷെ പോലുള്ളവര് അത് മാത്രമേ ഓർക്കൂ. അതും എനിക്ക് നന്നായി അറിയാം മാഷെ എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീനിവാസൻ നേരെ മാഷിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കൈകൂപ്പി ഇങ്ങനെ പിടിച്ചു കിട്ടോ. എന്നിട്ട് മാഷേ, ഒരു കാര്യം പറട്ടെ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. എന്റെ കൂടെ നിൽക്കുന്നവരോട് തെറ്റായ വഴിയെ പോകാൻ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മാഷേ, അത് പറയുകയില്ല എന്ന് പറഞ്ഞു. കഴിയുന്നതും
നിയമം നമ്മളായിട്ട് കയ്യിലെടുക്കരുത് എന്ന് മാത്രമേ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മാഷിനറിയാലോ, രാഷ്ട്രീയം ഒരു ഓട്ട മത്സരം പോലെ തന്നെയാ മാഷേ. എല്ലാവരും ജയിക്കാനായിട്ട് ഓടുന്നു. ആ കൂട്ടത്തിൽ വീണു പോവാതെ നോക്കാനുള്ള മുൻകരുതൽ, അങ്ങനെ ഒരു സെൽഫ് ഡിഫൻസിനെയാണ് നാട്ടുകാരിൽ ഒരു വിഭാഗം അക്രമം എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നത്. ആ വിഭാഗത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ആ എതിർഭാഗവും. ഒരു സൈഡിൽ മാത്രം വിശ്വസിക്കുന്നവര് എന്നെ പഴിക്കുന്നു, രണ്ടും തിരിച്ചറിയുന്നവര് എന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതാണ് ഭാഗ്യവശാൽ എന്നെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരിക്കൽ മാഷും ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വരട്ടെ മാഷേ എന്ന് പറഞ്ഞ് വേഗം ശ്രീനിവാസൻ യാത്രയൊക്കെ പറഞ്ഞിറങ്ങാണ്. വരട്ടെ അമ്മേ. എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ശരിടാ എന്നാ പോവാ എന്ന് പറഞ്ഞു. വരട്ടെ വേദ. അപ്പൊ വേദ ശരി എന്നുള്ള രീതിയിൽ തലയാട്ടി. അപ്പൊ ഇവര് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴത്തേനും വിക്രം പുറകെ ചെല്ലുകയാണ്. നീ വരണ്ട, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ അവിടെ നിർത്തിയിട്ട് പോയി. വിക്രം എന്നിട്ട് അകത്തേക്ക് കയറി വരും കേട്ടോ. എന്നിട്ട് ആകെ കലിപ്പിലെന്ന് പറഞ്ഞാൽ കട്ട കലിപ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവരെ ഓർത്ത് ശ്രീനിവാസ സാറിനെ പറഞ്ഞാല് വിക്രത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ മുടാതെ അടുക്കളയിലുണ്ട്. ആ സമയം വിക്രം ദേണ്ട കിച്ചണിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ പണിയെടുക്കാത്തവനും പാഴായി പോയവനും ആയിരിക്കാം. അങ്ങനെയുള്ള എന്നെ എന്റെ പാട്ടിന് വിട്ടൂടെ? ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ തേടി വരുന്നവരെ അപമാനിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുകയാണ്. മാഷിനോട് തന്നെയാണ് ചോദ്യം. മാഷ് അവിടെ ഇരിപ്പുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശ്രീനിവാസ സാറ നിങ്ങളുടെ കണ്ണിലൊക്കെ കുഴപ്പക്കാരനൊക്കെ ആയിരിക്കാം, പക്ഷേ നാട്ടില് അദ്ദേഹത്തിന് ഒരു നിലയും വിലയുണ്ട്. ഓരോ ദിവസവും പാർട്ടി ഓഫീസിലും വീട്ടിലും സങ്കടം പറയാനായിട്ട് അദ്ദേഹത്തെ തേടി വരുന്ന സാധാരണ മനുഷ്യരുണ്ട്. അവർക്ക് ആ മനുഷ്യനിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് നേടിയെടുത്തത് തന്നെയാ. അതെങ്ങനെയാ? 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രം കണ്ടേ മാഷന്മാർക്ക് ശീലമുള്ളൂ. അവരുടെ കണ്ണിൽ എല്ലാവരും തല്ലിയും ചെവിക്ക് പിടിച്ച് നേരെയാക്കാനുള്ള കുട്ടികളായിരിക്കും. പക്ഷേ മുതിർന്നവരുടെ ലോകം അങ്ങനെയല്ല. വേഗം മാഷിന് ദേഷ്യം വന്നു. മാഷ് വേഗം ആ ടേബിളിൽ 2 കൈ കൊണ്ട് ടപ്പെന്ന് അടിച്ചു കൂട്ടോ. മിണ്ടരുത് എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവത്തില്. എന്നിട്ട് ചാടി എഴുന്നേറ്റ് വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. എടാ, ഞങ്ങള് മാഷുമാര് തല്ലിയും ചെവിക്ക് പിടിച്ചും തന്നെയാ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഗുണം അവര് കാണിച്ചിട്ടുണ്ട്. അതെ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും ആയ കുട്ടികളാണ് അവർ. എത്ര പേർ എന്ന് കടുപ്പിച്ചിങ്ങനെ ചോദിച്ചു കേട്ടോ. മിണ്ടാനില്ലായിരുന്നു മാഷിന്. മിണ്ടാതിങ്ങനെ നിൽക്കണം. ഈ വിക്രത്തിന്റെ വേറൊരു മുഖമായിരുന്നു അപ്പോഴേക്ക് വന്നത് കേട്ടോ. മാഷിനോട് തട്ടിക്കേറുകയാണ് വിക്രം. അച്ഛൻ പഠിപ്പിച്ചവരിൽ എത്ര ശതമാനമുണ്ട് ഈ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും എന്ന് ചോദിച്ചു. മിണ്ടിയില്ല. മിണ്ടാതിങ്ങനെ നിന്ന് കുറേ നേരം. എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി പോയി. തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് മനപ്പാഠം പഠിപ്പിച്ച് മിടുക്കന്മാരാകാൻ നോക്കുന്ന 3ഓ 4ഓ പിള്ളേരെ അല്ല ഏത് മാഷും ടീച്ചറുവാ മറ്റു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുള്ളത്? പറ, ഏത് കുട്ടികളെയാ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഒരു ക്ലാസ്സിൽ 40ഓ 50ഓ കുട്ടികളിൽ നിന്ന് എത്ര പേർ ഡോക്ടേഴ്സ് ആയിട്ടുണ്ടാവും? എത്ര പേർ എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ടാവും? എത്ര പേർ കളക്ടേഴ്സ് ആയിട്ടുണ്ടാവും? പറ, എന്താ നിങ്ങൾ മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അതിന് കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പഠിപ്പിച്ചവരിൽ ഭൂരിപക്ഷം പേരും ഒരു ആവറേജിൽ താഴെയായിരുന്നു. ജിയോമെട്രിയിൽ, പോളിമെട്രിക് കെമിസ്ട്രിയും ക്വാണ്ടം മെക്കാനിക്സിലെയും ചോദ്യം കിട്ടാതെ ക്ലാസ്സിന് പുറത്തു നിൽക്കുന്ന പാവങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ മാഷന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ബാക്ക് ബെഞ്ചിൽ മാത്രം ഇരിക്കാൻ യോഗ്യതയുള്ള തല്ലിപ്പൊളികൾ. നിങ്ങൾ മാഷുമാരും ടീച്ചറും കൂടി പുസ്തകം കൊണ്ടും സിലബസ് കൊണ്ടും തകർത്തതാ അവരുടെ സ്വപ്നങ്ങളെ. അതാണ് സത്യം. പഠിപ്പിച്ച് വിട്ടവരിൽ ചെറിയൊരു ശതമാനം വരുന്ന ഡോക്ടർമാരെയും വക്കീലന്മാരെയും കളക്ടർമാരെയും എഞ്ചിനീയർമാരെയും വാനോളം പുകഴ്ത്തുമ്പോ എങ്ങും എത്താവുന്ന പാവങ്ങളെ കൂടി പഠിപ്പിച്ചത് ഞാൻ തന്നെയാണെന്ന് കൂടി സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പം ജയിച്ചവർക്ക് 1000 അവകാശികളാ, തോറ്റവൻ എന്നും ഒറ്റയ്ക്കും. അത് മറ്റാരേക്കാൾ കൂടുതൽ എനിക്കറിയാം. മതിയടാ, നിർത്ത് എന്ന് പറഞ്ഞ കമല. നീ പറഞ്ഞ ഭൂരിപക്ഷം കുട്ടികളുണ്ടല്ലോ, അതിലൊരാളായിരുന്നില്ല നീ, അത് മറക്കരുത്. ചെന്ന് മുറി നോക്ക്. നിന്റെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ക്ലാസ്സിലെ 1ാമൻ എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുമായി നീ തന്നെയാ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നത്. അത് മറന്നു പോകരുത് എന്ന് പറഞ്ഞു.
അപ്പൊ വേഗം കമല എന്ന് വിളിച്ചു മാഷ്. ചെറുപ്പത്തിൽ സ്കൂളിലും പിന്നീട് കോളേജിലും പഠിച്ച പഠിപ്പ് പോരാന്ന് തോന്നിയത് കൊണ്ടാ നിന്റെ മകൻ അവന് വേണ്ട മറ്റൊരു കോഴ്സ് തെരഞ്ഞെടുത്തത്. അത് നിനക്കറിയോ? ആ കോഴ്സ് റാങ്കോടെ പാസ് ആയതുകൊണ്ടാ കോടതി അവനെ കുറച്ചു കാലം സെൻട്രൽ ജയിലിൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് അയച്ചത്. ആ ഉപരിപഠനം കഴിഞ്ഞ് ഇറങ്ങിയതോ അപ്പൊ ആ ഉപരിപഠനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിന് പാസ്സായതുകൊണ്ടാ ശ്രീനിവാസന്റെ മേൽകീഴിൽ അല്ലെങ്കിൽ ആ ഒരു കൈനീട്ടത്തിൽ ഇവന് പഠിച്ച് നല്ല ഉന്നതിയിലെത്തി നല്ലൊരു ജോലി നേടാൻ സാധിച്ചത്. ആ മേൽനോട്ടത്തിൽ ആ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത് അവന്റെ ഭാഗ്യവാ. അതുകൊണ്ടാണ് ആ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാ ആ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരന്റെ കർണത്തടിച്ചത്. ഇനി മുതൽ കാര്യങ്ങളെ തിരിച്ചറിയേണ്ടത് നമ്മൾ അങ്ങനെയാണ്, മനസ്സിലായല്ലോ എന്ന് ചോദിച്ചു. അപ്പം ആരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം വേദ, മാഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാഷിന്റെ ദേഷ്യവും പരിഹാസവും ഒക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇപ്പം നടന്ന സംഭവത്തിന് ഒരു കാരണമുണ്ട് മാഷേ. അവനും അവന്റെ നേതാവും ഈ നാട്ടില് എത്ര പ്രബലരായിരിക്കും എന്ന് കാണിക്കാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരിത് വിക്രത്തിന്റെ തെറ്റുകൊണ്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഒരുപാട് കാലങ്ങളുള്ള തെറ്റിന്റെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്തുടർച്ചയാ. ഒരു കൊണ്ടും കൊടുത്തു പോകുന്ന കളിയുടെ ബാക്കി ശരിയായിരിക്കാം, പക്ഷെ ആ കളിയിൽ നിന്ന് വിക്രം പതിയെ പിന്മാറും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് വേദ ഇങ്ങനെ പറയാം. അപ്പൊ വിക്രത്തെ ഒന്ന് നോക്കിയേട്ടോ. വിക്രം മിണ്ടാതിങ്ങനെ നിൽക്കുക. കുറുനരിയെ വിശ്വസിച്ച് അവനെയും വിശ്വസിച്ച് പുഴ കടന്ന് ഭക്ഷണം തേടിപ്പോയ ഒരു ഒട്ടകത്തിന്റെ കഥയുണ്ട് മോളെ എന്ന് പറഞ്ഞു. വിശപ്പ് മാറിയപ്പോ കുറുനരി തന്റെ സ്വഭാവം കാണിച്ചോ. അതെന്താന്നറിയോ? വയറ് നിറഞ്ഞാൽ ഓരിയിടുന്നത് ശീലമാണെന്ന് പറഞ്ഞ നീട്ടി വിളിച്ച് കൂവാൻ തുടങ്ങി. അപ്പോ ശബ്ദം കേട്ട് ആളുകൾ ഓടിയെത്തിയപ്പോ കുറുനരി ഒളിച്ചു നിന്നു. എന്നിട്ട് തല്ലു മുഴുവൻ കൊണ്ടത് ആ ഒട്ടകത്തിനും എന്ന് പറഞ്ഞു. അതുപോലെ കുട്ടിക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് ഒട്ടകമാവരുത് എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങ് പോവാൻ തുടങ്ങിയപ്പോ മാഷേ എന്ന് വിളിച്ചു വീണ്ടും. അപ്പൊ മാഷ് നിന്നു. ഒരു നിമിഷം ഒന്ന് നിൽക്കുവോ? മാഷ് പറഞ്ഞത് വളരെ ശരിയുള്ള കഥയാണ്. മാഷ് കുട്ടികളെ പഠിപ്പിച്ച കഥയും ശരിയാണ്. ഒട്ടകത്തിനാണ് ആളുകളുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടിയത്. പക്ഷെ കുറെ കാലമായി പഠിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും അതിന്റെ ബാക്കി മറന്നുപോയത്. ഇല്ലെങ്കിൽ കേട്ടോ മാഷെ, തിരിച്ചു മടങ്ങുന്ന നേരം പുഴയുടെ മധ്യഭാഗത്ത് എത്തിയപ്പോ ഒട്ടകം വെള്ളത്തിൽ മുങ്ങി മാഷെ. കുറുനരി പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചു. ഒട്ടകം പറഞ്ഞു, എനിക്ക് വയറ് നിറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്നത് എനിക്കൊരു ശീലമാണ് എന്ന് പറഞ്ഞു. ആ മരണം ഉറപ്പായ കുറുനരി പേടിച്ച് പരിഭ്രമിച്ച് അവൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഒരു കഥയും കൂടെ ഉണ്ട് മാഷെ ഇതിന് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയിട്ട് മനുഷ്യര് അത് തെറ്റ് ചെയ്യും മാഷേ, പക്ഷേ അത് തിരുത്താനും മനുഷ്യർക്ക് മാത്രമേ പറ്റൂ മാഷേ എന്നുകൂടി ആ കൂട്ടത്തിൽ ചേർത്തു. ഇത് കേട്ടപ്പോ കമലയുടെ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. ഒന്നും മിണ്ടിയില്ല. മാഷ് മിണ്ടാതെ റൂമിലേക്ക് അങ്ങ് പോയി. അപ്പൊ വേദയുടെ കയ്യിൽ പിടിച്ചിട്ട് കമലയും പോയി. അപ്പൊ വിക്രം പുറത്തേക്ക് പോയി, വിനായകനും വിഷുവും പുറത്തേക്ക് പോയി കേട്ടോ. അപ്പൊ നന്ദിനി വേഗം ചാടി തുള്ളി ഇവിടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നിന്നോടത്ത് നീ ആരാണെന്നാണ് നിന്റെ വിചാരം? അത് ഇതുവരെയും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചോ. നീ അച്ഛനെ പഠിപ്പിക്കാറായോ എന്നാ ചോദിച്ചത്. ആരെ വേണേ പഠിപ്പിക്കാം, പഠിക്കാനുള്ള മനസ്സുണ്ടായാ മതി. അപ്പൊ നീ എല്ലാവരെയും പഠിപ്പിച്ച് അടങ്ങൂലേ? അതെ. അതിനുശേഷം ഇവിടെ എല്ലാവരെയും മുഴുവനെയും പഠിപ്പിച്ചു കഴിഞ്ഞാ പുറത്തേക്ക് ഇറങ്ങും. അക്കൂട്ടത്തിൽ നന്ദിനി അടുത്തിട്ട് വീട്ടിലേക്കും പോവോ? അയ്യടി, എന്റെ വീട്ടുകാരെ പഠിപ്പിക്കാനൊന്നും ആയിട്ടില്ല. അയ്യോ, അത് പഠിപ്പിക്കാനല്ല, പഠിക്കാനാ. ഇങ്ങനൊരു മുതലിനെ എങ്ങനെയാ സൃഷ്ടിച്ചെടുത്തതെന്ന് ഒന്ന് വിശദമായി പഠിച്ച് മനസ്സിലാക്കാനാ. ഒന്നും അറിയാതെ പോകരുതല്ലോ എന്ന് പറഞ്ഞ് വേദ പുച്ഛഭാവത്തിൽ പോയി. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീജയ്ക്ക് ചിരി വന്നിട്ട് അടക്കാൻ പറ്റിയില്ല. ശ്രീജ ഇങ്ങനെ ചിരിക്കാട്ടോ. ശ്രീചേച്ചി എന്ന് പറഞ്ഞൊരു ചാട്ടം. അപ്പൊ ശ്രീജ ചെവിയൊക്കെ നിർത്തി. അപ്പൊ പിന്നെ കാണുന്നത് മാഷിനെയാണ്. മാഷ് ഇങ്ങനെ പോയി റൂമിൽ പോയിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സ്നേഹക്കൊണ്ട് വിശേഷം എത്തിയിട്ടില്ല കേട്ടോ. എത്തിയാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ പുതുപുത്തൻ വിശേഷമായിട്ട് കാണാം. ബൈ ആൻഡ് സി യു അഗൈൻ.